കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വീണ്ടും VC മോഹനൻ കുന്നുമേൽ. ജീവനക്കാരെ വിളിച്ചുവരുത്താനും നിർദ്ദേശം നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ല എന്ന് നോട്ടീസ്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചുവരുത്താൻ പാടില്ല എന്നും നിർദ്ദേശം. വൈസ് ചാൻസലർക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അത് ഓരോ മട്ടിൽ ഓരോ ദിവസമായി പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം അല്ലേ? തീർച്ചയായും ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് ജെ മുരളീധരൻ, ഷിജു ഖാൻ എന്നിവർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്നൊരു ആരോപണം ഉയർന്നത്. പിന്നാലെ സിൻഡിക്കേറ്റ് റൂം പൂട്ടാനും അതിന്റെ താക്കോൽ കൈവശം വയ്ക്കാനും VC തീരുമാനിച്ചു. രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പൻ ഇരുവർക്കുമെതിരെ ഷിജു ഖാനും അഡ്വക്കേറ്റ് ജി മുരളീധരനുമെതിരെ പോലീസിൽ പരാതിയും നൽകി. പിന്നാലെയാണ് ഇപ്പോൾ ഒരു നോട്ടീസ് രൂപത്തിൽ വൈസ് ചാൻസലർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും അവകാശമില്ല. ഫയലുകൾ വിളിച്ചു വരുത്താനും പാടില്ല. അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അധികാരം പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ VCയുടെ അനുമതിയോടുകൂടെ തീരുമാനമെടുക്കണം. യോഗത്തിന് പുറത്ത്, സിൻഡിക്കേറ്റ് യോഗത്തിന് പുറത്ത് പുറപ്പെടുവിക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ കഴിയില്ല. അംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ VCയെ അറിയിക്കണമെന്നും നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വിശദീകരണം, തങ്ങൾ യോഗം ചേർന്നപ്പോൾ, സിൻഡിക്കേറ്റ് റൂമിൽ തങ്ങൾ യോഗം ചേർന്നപ്പോൾ ജീവനക്കാർ അതിക്രമിച്ചു കയറിയെന്നും ആക്രോശിച്ചെന്നുമാണ് അവരുടെ വാദം. ഈ ജീവനക്കാർക്കെതിരെ നിലവിൽ ഇരുവരും, ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ലക്ഷ്മി.